നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി 35,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇസ്മായിൽ മൂത്തേടം. UDFിൽ നിന്ന് ആരെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ കിട്ടുമോ എന്ന് നോക്കുകയാണ് CPIM. PV അൻവറിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. UDFിൽ നിന്ന് ആരും LDFിലേക്ക് പോകില്ല എന്നും ഇസ്മായിൽ മൂത്തേടം 24-നോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാലും ഒരു 35,000 വോട്ട് 35,000 വോട്ടിന് കേൾക്കും. CPIMൻ്റെ ഒരു ഗതികേട്, അവർ കോൺഗ്രസ് നിന്ന് ആരെങ്കിലും തെറ്റി വെക്കുന്ന ആളുകളെ കിട്ടിയിട്ട് സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നടക്കുകയാണ്. അൻവറിൻ്റെയും ഞങ്ങളിൽ ലക്ഷ്യം ഒന്നാണല്ലോ, പിണറായിസത്തെ തോൽപ്പിക്കാമെന്നുള്ളത്. അതിന് ഞങ്ങളൊക്കെ വേറെ മത്സരിച്ചിട്ട് ആ പിണറായിസം ജയിക്കലേ ഉള്ളൂ. ആ പിണറായിസത്തെ എന്നാൽ അൻവറിനെ കൂടി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ സംവിധാനത്തേക്ക് അൻവറിനെ കൊണ്ടുവരും. UDFിൽ നിന്ന് ആരും LDFിലേക്ക് പോകില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണോ? അത് തീർച്ചയായിട്ടും. കാരണം ആത്മഹത്യക്ക് തുല്യല്ലേ ഈ ഒരു സാഹചര്യത്തിൽ UDFിൽ നിന്ന് LDFിലേക്ക് പോയിട്ട് ഇവിടെ എന്തെങ്കിലും ക്ലിക്കാൻ പറ്റും. വിപിൻ C. വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, UDFിന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന നിലപാട് PV അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ അൻവറിനോടുള്ള സമീപനത്തിൽ ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് എന്താണ്? വിശദാംശങ്ങൾ എന്താണ് വിപിൻ? രജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴും ആ ഒരു തർക്കത്തിന് ഒരു അയവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ആരായിരിക്കും എന്നുള്ള ഒരു ഒറ്റ ഉത്തരത്തിലേക്ക് എത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഹൈക്കമാൻഡിന് വിടുകയാണ്. എത്രയും വേഗം ആ ഒരു എന്നാണോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ സ്ഥാനാർത്ഥി വരുന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ നിലമ്പൂരിലും സംഭവിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ നേതാക്കളൊക്കെ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ്? അപ്പോഴേക്കും ഒരു അനുനയ ചർച്ചകളിൽ തീരുമാനമാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷേ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇസ്മായിൽ മൂത്തേടം പറയുന്നു 35,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നുള്ളത്. അത്രത്തോളം ഒരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അവിടെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ UDFിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ പ്രചാരണം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ചുമരെഴുത്തടക്കം നടത്തുന്നതും മുസ്ലിം ലീഗാണ്. അങ്ങനെ സജീവമായി തന്നെ മുസ്ലിം ലീഗ് ഇത് വിജയത്തിൽ കുറഞ്ഞു മറ്റൊന്നും നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പോകുന്നത്. ആ ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ള ഉള്ളിലെ തർക്കങ്ങളും ഒപ്പം PV അൻവറിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇപ്പോൾ PV അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന്റെ ഏകദേശം ഒരു 2-3 ദിവസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് തൊട്ട് മുൻപ് ഒരു തീരുമാനം വേണം ഈ മുന്നണി പ്രവേശനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് UDFിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതും വലിയ ചർച്ചയാക്കേണ്ട കാര്യം തന്നെയാണ്. റിജിത്ത്.